നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് LGS മാരത്തോൺ ഡേ 5 ആണ്. LGS മാരത്തോൺ എന്താണെന്ന് അറിയാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. കേരള PSC LDC LGS പരീക്ഷകൾക്ക് മാത്രം ചോദിച്ചിട്ടുള്ള 25 തവണയിൽ കൂടുതൽ ആവർത്തിച്ച ചോദ്യങ്ങളും അവ എങ്ങനെ പഠിക്കാമെന്നുള്ള കുറുക്കുവഴികളുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് സമയം കളയണ്ട, നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്നത് കേരളമാണ്. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ്. സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം ഏതാ സുഹൃത്തുക്കളെ? കൊച്ചിയാണ്. കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കൊച്ചിയാണ്. കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ കൊച്ചിയിലാണ്. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ കേരളമാണ്. കേരളത്തിൽ സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊച്ചിയാണ്. കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. അതിനോടൊപ്പം തന്നെ നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അതും എവിടെയാ സുഹൃത്തുക്കളെ? കൊച്ചിയിലാണ്. പഠിക്കുക. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളകാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളകും സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏലവുമാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളകും സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏലവുമാണ്. കേരളത്തിൽ സുഗന്ധവ്യഞ്ജന പാർക്ക് പുറ്റടിയിലാണ്. കേരളത്തിലെ സുഗന്ധവ്യഞ്ജന പാർക്ക് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? പുറ്റടിയിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കോഴിക്കോട് ജില്ല. കേരള സർക്കാർ പുതുതായി ആരംഭിക്കുന്ന സുഗന്ധവ്യഞ്ജന പാർക്ക് വരുന്നത് തൊടുപുഴയിലാണ്. മറക്കരുത്, കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്, മറക്കരുത് സുഹൃത്തുക്കള്. കേരള സർക്കാർ പുതുതായി ആരംഭിക്കുന്ന സുഗന്ധവ്യഞ്ജന പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തൊടുപുഴയിലാണ്. ഈ പുറ്റടി എവിടെയാ സുഹൃത്തുക്കളെ സ്ഥിതി ചെയ്യുന്നത്? അത് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ടതാണ് തൊടുപുഴയും എവിടെയാണ്? ഇടുക്കി ജില്ലയാണ്. മറക്കരുത് കേട്ടോ. ഒന്നുകൂടി പറയാം, കേരളത്തിലെ സുഗന്ധവ്യഞ്ജന പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പുറ്റടിയിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ്. ഇത് രണ്ടും 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. അതിനോടൊപ്പം ഇപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് ആയിട്ട് പഠിക്കേണ്ട പോയിന്റ് ആണ്, കേരള സർക്കാർ പുതുതായി ആരംഭിക്കുന്ന സുഗന്ധവ്യഞ്ജന പാർക്ക് എവിടെയെന്ന് ചോദിച്ചാൽ അത് തൊടുപുഴയിലാണ്. എവിടെയാണ്? തൊടുപുഴ, ഇടുക്കി ജില്ലയിലാണ്. എണ്ണൂർ തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. എണ്ണൂർ തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? തമിഴ്നാടാണ്. എണ്ണൂർ തുറമുഖത്തിന്റെ പുതിയ പേര് കാമരാജൻ തുറമുഖം അല്ലെങ്കിൽ കാമരാജൻ പോർട്ട്. മറക്കരുത്, എണ്ണൂർ തുറമുഖത്തിന്റെ പുതിയ പേരെന്താ സുഹൃത്തുക്കളെ? കാമരാജൻ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന തുറമുഖം എന്നറിയപ്പെടുന്നത് ചെന്നൈ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന തുറമുഖം എന്നറിയപ്പെടുന്നത് ചെന്നൈ തുറമുഖമാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖം മുംബൈ തുറമുഖം. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന തുറമുഖം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുംബൈ തുറമുഖം. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ തുറമുഖം. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ തുറമുഖം. അല്ലെങ്കിൽ കോട്ടണോപോളിസ് എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? മുംബൈ തുറമുഖം. കോട്ടണോപോളിസ് എന്നറിയപ്പെട്ടിരുന്ന തുറമുഖം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആരാണ്? നമ്മുടെ മുംബൈ തുറമുഖമാണ്. അപ്പൊ മറക്കില്ലല്ലോ സുഹൃത്തുക്കള്. അടുത്ത പോയിന്റ് ആണ്, ഇന്ത്യയിൽ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം ചോദിച്ചാൽ അത് മുംബൈ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം എന്ന് ചോദിച്ചാൽ അത് മുംബൈ തുറമുഖം. മസഗോൺ ഡോക്ക് സ്ഥിതി ചെയ്യുന്ന തുറമുഖം മുംബൈ തുറമുഖം. പഠിച്ചു വെച്ചോളനെ, 50-ൽ കൂടുതൽ തവണ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിരുന്നു. മസഗോൺ ഡോക്ക് സ്ഥിതി ചെയ്യുന്ന തുറമുഖം എന്ന് ചോദിച്ചാൽ അത് മുംബൈ തുറമുഖമാണ്. ഡോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ കപ്പലുകളിലെ അറ്റകുറ്റപ്പണി നടത്തുന്ന സ്ഥലം അറിയപ്പെടുന്ന പേരാണ് ഡോക്ക്. മറക്കരുത്, നമ്മുടെ കപ്പലുകളിലെ അറ്റകുറ്റപ്പണി നടത്തുന്ന പ്രദേശം അല്ലെങ്കിൽ സ്ഥലം അറിയപ്പെടുന്ന പേരാണ് ഡോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ മസഗോൺ ഡോക്ക് സ്ഥിതി ചെയ്യുന്ന തുറമുഖം എന്ന് ചോദിച്ചാൽ മുംബൈ തുറമുഖം. ഇവിടെ പഠിക്കേണ്ടത് ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ ആണ്. ഇത് 150 തവണയിൽ കൂടുതൽ PSC റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. അപ്പൊ ഒന്നുകൂടി പറയുവാണ്, സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. എണ്ണൂർ തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ തമിഴ്നാട്. എണ്ണൂർ തുറമുഖത്തിന്റെ പുതിയ പേര് കാമരാജൻ തുറമുഖം. 35 തവണയിൽ കൂടുതൽ റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന തുറമുഖം എന്നറിയപ്പെടുന്നത് ചെന്നൈ തുറമുഖം. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന തുറമുഖം മുംബൈ തുറമുഖം. ഇന്ത്യയുടെ പരുത്തി തുറമുഖം
തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ തുറമുഖം. ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ തുറമുഖം. മസഗോൺ ഡോക്ക് സ്ഥിതി ചെയ്യുന്ന തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ തുറമുഖമാണ്. സുഹൃത്തുക്കൾ, ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ ഭാഗം പഠിക്കാൻ ശ്രമിക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയുടെ മേജർ തുറമുഖങ്ങളെ പറ്റിയിട്ടാണ്. ഇന്ത്യയുടെ മേജർ തുറമുഖങ്ങളെ പ്രധാനമായിട്ട് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. എത്രയായിട്ട് തരംതിരിക്കാം സുഹൃത്തുക്കളെ? രണ്ടായിട്ട് തരംതിരിക്കാം. അവ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തവൻ പശ്ചിമ തീര തുറമുഖവും രണ്ടാമത്തവൻ എന്താണ്? പൂർവ്വ തീര തുറമുഖങ്ങളും. രണ്ടായിട്ടാണ് നമ്മൾ തരംതിരിച്ചത്. എന്തൊക്കെയാണ്? പശ്ചിമ തീര തുറമുഖങ്ങളെന്നും പൂർവ്വ തീര തുറമുഖങ്ങളെന്നും. എന്താ പശ്ചിമ തീര തുറമുഖമെന്നും പൂർവ്വ തീര തുറമുഖമെന്നും പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യയുടെ എൻഡ് ഭാഗം സുഹൃത്തുക്കൾക്ക് അറിയാലോ. ആ എൻഡ് ഭാഗത്തായിട്ട് രണ്ട് പ്രധാനപ്പെട്ട കടലുകൾ നമുക്ക് കാണാം. ഒന്നെന്താണ്? അറബിക്കടലും അതുപോലെ മറ്റൊന്നെന്താണ്? ബംഗാൾ ഉൾക്കടലും അല്ലേ. അപ്പോ പശ്ചിമ തീര തുറമുഖങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങളെ അറിയപ്പെടുന്ന പേരാണ് പശ്ചിമ തീര തുറമുഖങ്ങൾ എന്ന്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പശ്ചിമ തീര തുറമുഖങ്ങൾ. കാരണം എന്തെന്ന് ചോദിച്ചാൽ വേറൊന്നുമില്ല, ഇന്ത്യയുടെ പശ്ചിമ ഭാഗം അല്ലെങ്കിൽ എന്താണ് പടിഞ്ഞാറേ ഭാഗത്ത് അല്ലെങ്കിൽ വെസ്റ്റേൺ സൈഡിൽ കിടക്കുന്ന തുറമുഖങ്ങളാണ് ഇവ. അതുകൊണ്ടാണ് ഇവയെ പശ്ചിമ തീര തുറമുഖങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗമായി കിടക്കുന്ന തുറമുഖങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൂർവ്വ തീര തുറമുഖങ്ങൾ. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? പൂർവ്വ തീര തുറമുഖങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ പൂർവ്വ തീര തുറമുഖങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഈസ്റ്റേൺ പാർട്ടിലാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കിഴക്ക് വശത്തായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇവയെ പൂർവ്വ തീര തുറമുഖങ്ങൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണ്, ഇത് രണ്ടും സുഹൃത്തുക്കൾക്ക് ക്ലിയർ ആയി. ഇനി നമുക്ക് ഇവിടെയുള്ള തുറമുഖങ്ങളെ എല്ലാം ഒന്ന് പഠിക്കാം. ഇന്ത്യയുടെ പശ്ചിമ തീര തുറമുഖങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്നാമതായി പഠിക്കേണ്ട നമ്മുടെ സ്വന്തം കൊച്ചിയെയാണ്. കൊച്ചി എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന പോയിന്റ് ആണല്ലേ നമ്മുടെ കേരളത്തിലെ. അപ്പൊ നമ്മളെ കേരളത്തിലെ കൊച്ചി എന്ന് പറയുന്നത് പശ്ചിമ തീര തുറമുഖത്തിന് ഉദാഹരണമാണ്. കർണാടകത്തിലെ ന്യൂ മാംഗ്ലൂര് തുറമുഖം പശ്ചിമ തീര തുറമുഖത്തിന് ഉദാഹരണമാണ്. അതിനോടൊപ്പം പഠിക്കേണ്ടതാണ് ഗോവയിലെ മർമഗോവ. മഹാരാഷ്ട്രയിലെ ജവഹർലാൽ നെഹ്റു തുറമുഖം. കുറച്ചു നാൾ മുമ്പ് വരെ ഇവൻ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരിലായിരുന്നു. അതാണ് നവശേവ തുറമുഖം. നവശേവ എന്ന പേരിലാണ് അവൻ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവൻ അറിയപ്പെടുന്ന പേരെന്തെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു തുറമുഖം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് കൂടി സുഹൃത്തുക്കൾ ഓർത്തു വെക്കാനുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്മെന്റ് തുറമുഖം എന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു തുറമുഖമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എന്താണ്? കണ്ടെയ്നർ ഷിപ്മെന്റ് തുറമുഖം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജവഹർലാൽ നെഹ്റു തുറമുഖമാണ്. അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ടതാണ് മുംബൈ തുറമുഖത്തിന്റെ തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച കൃത്രിമ തുറമുഖം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമ്മുടെ ജവഹർലാൽ നെഹ്റു തുറമുഖമാണ്. മറക്കരുത്, ഇവനെന്താണ്? കൃത്രിമ തുറമുഖമാണ്. ഒന്നുകൂടി പറയാം, ഒരു കൺഫ്യൂഷനും വേണ്ട, സമയമെടുത്ത് ഈസി ആയിട്ട് പഠിക്കുക സുഹൃത്തുക്കളെ. ജവഹർലാൽ നെഹ്റു തുറമുഖത്തിന്റെ ആദ്യകാല നാമമായിരുന്നു നവശേവ തുറമുഖം എന്നുള്ളത്. ഇത് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര സംസ്ഥാനത്തിലാണ്. മുംബൈ തുറമുഖത്തിന്റെ തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച കൃത്രിമ തുറമുഖം എന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു തുറമുഖമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്മെന്റ് തുറമുഖം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജവഹർലാൽ നെഹ്റു തുറമുഖമാണ്. അടുത്ത തുറമുഖമാണ് മഹാരാഷ്ട്രയിലെ മുംബൈ തുറമുഖം. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റും PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള പോയിന്റ് ആണ് മഹാരാഷ്ട്രയിലെ മുംബൈ തുറമുഖം എന്ന് പറയുന്നത്. ദീൻ ദയാൽ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത്. എവിടെയാണ്? ഗുജറാത്ത്. പണ്ടുകാലത്ത് അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു കാണ്ടില തുറമുഖം. എന്തായിരുന്നു? കാണ്ടില തുറമുഖം എന്നറിയപ്പെട്ടിരുന്നതാണ് ദീൻ ദയാൽ തുറമുഖം. മറക്കരുത്, കാണ്ടില തുറമുഖം എന്നറിയപ്പെട്ടിരുന്ന ആരായിരുന്നു? ദീൻ ദയാൽ തുറമുഖമായിരുന്നു. ഇവയിൽ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന 3 തുറമുഖം ഉണ്ടല്ലേ സുഹൃത്തുക്കളെ? ഇവയിൽ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതും പണ്ട് മുതലേ നമ്മൾ കേട്ടു പഴകിയതുമായിട്ടുള്ള 3 പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് അങ്ങ് പഠിക്കാൻ പറ്റും. ഒന്നാമത്തത് നമ്മുടെ കൊച്ചി തുറമുഖം. കേരളത്തിലെ മലയാളിയായിട്ടുള്ള നമുക്ക് കൊച്ചി തുറമുഖം അറിയാം, അതുകൊണ്ട് അത് നമുക്ക് എക്സ്ട്രാ ഇനി പഠിക്കേണ്ട കാര്യമില്ല. മർമഗോവ
അതിനകത്ത് തന്നെ ഉണ്ട് ഏത് സംസ്ഥാനമാണെന്നുള്ളത്? ഗോവ സംസ്ഥാനം. അപ്പോ മർമ്മ ഗോവ തുറമുഖം എവിടെ സ്ഥിതി എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിൽ തന്നെ അതിനുള്ള ഉത്തരം കിടപ്പുണ്ട്. ഇനി മുംബൈ തുറമുഖം മഹാരാഷ്ട്ര, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. മുംബൈ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. മുംബൈ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണെന്നുള്ളത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 3 പശ്ചിമ തീര തുറമുഖങ്ങളും നമ്മുടെ മനസ്സിലിരിക്കും. അതിന് എക്സ്ട്രാ ടൈം കൊടുത്ത് നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. അവ ഏതൊക്കെയാണ്? കൊച്ചി തുറമുഖം എവിടെയാണ്? കേരളത്തിലാണ്. അതുപോലെ മർമ്മ ഗോവ, അതിൽ തന്നെയുണ്ട് സംസ്ഥാനം, ഗോവ സംസ്ഥാനം. മുംബൈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയാണ്. ഇനി നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തുറമുഖങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാലാണ് അത് ന്യൂ മാംഗ്ലൂർ തുറമുഖം, അതുപോലെ ജവഹർലാൽ നെഹ്റു തുറമുഖം, അതുപോലെ തന്നെ ദീൻ ദയാൽ പോർട്ട്. ഇത് 3 നമുക്ക് ഏറ്റവും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. പശ്ചിമ തീരത്ത് വരുന്ന തുറമുഖങ്ങളിലെ അവ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഈസി കോഡ് സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കള്. NK ജാം തിന്ന ഗുജന് തീനം വന്നു. പഠിക്കാൻ ഒരു പാടൂലല്ലോ സുഹൃത്തുക്കളെ. NK ജാം തിന്ന ഗുജന് ദീനം വന്നു എന്നങ്ങ് പഠിക്കുക. എന്ത് വന്നു? ദീനം വന്നു എന്നങ്ങ് പഠിക്കുക. NK ജാം തിന്ന ഗുജന് ദീനം വന്നു എന്നങ്ങ് പഠിക്കുക. ഇമ്പോർട്ടന്റ് ആണ് സുഹൃത്തുക്കൾക്ക്. ഈ കോഡ് ഈസി ആയിട്ട് തന്നെ പഠിക്കാം. ഇന്ത്യയുടെ പടിഞ്ഞാറ് വശത്തുള്ള അല്ലെങ്കിൽ വെസ്റ്റേൺ ഭാഗത്തുള്ള അല്ലെങ്കിൽ പശ്ചിമ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാല് NK ജാം തിന്ന ഗുജന് ദീനം വന്നു എന്നങ്ങ് പഠിക്കുക. അപ്പോൾ ഇനി നമുക്ക് ആ എക്സ്പ്ലനേഷനിലോട്ട് പോവാം. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ മാംഗ്ലൂര്. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ന്യൂ മാംഗ്ലൂര്. K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകം. അപ്പോൾ NK എന്ന് വെച്ചാൽ എന്താണ്? ന്യൂ മാംഗ്ലൂർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക സംസ്ഥാനം. ജാമിനകത്തുള്ള JA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു പോർട്ടിനെ സൂചിപ്പിക്കുന്നു. ജാമിനകത്തുള്ള JA എന്തിനെ സൂചിപ്പിക്കുന്നു സുഹൃത്തുക്കളെ? ജവഹർലാൽ നെഹ്റു പോർട്ടിനെ സൂചിപ്പിക്കുന്നു. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മഹാരാഷ്ട്രയെ സൂചിപ്പിക്കുന്നു. അപ്പോ ജവഹർലാൽ നെഹ്റു പോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്ര സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകും. ഇനി ഗുജന് തീനം വന്നു. ഗുജൻ എന്ത് ചെയ്തു? ദീനം വന്നു. അപ്പോ ഗുജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗുജറാത്ത് സംസ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. ദീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദീൻ ദയാൽ പോർട്ടിനെ സൂചിപ്പിക്കുന്നു. ദീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദീൻ ദയാൽ പോർട്ടിനെ സൂചിപ്പിക്കുന്നു. ഒന്നുകൂടി കോഡ് പറയുവാണ്, ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കളെ. NK ജാം തിന്ന ഗുജന് ദീനം വന്നു. NKയിലെ N എന്ന് പറഞ്ഞാല് ന്യൂ മാംഗ്ലൂര്, K എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കർണാടക സംസ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ന്യൂ മാംഗ്ലൂർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടക സംസ്ഥാനത്തിലെ. ഇനി ജാമിലെ JA എന്തിനെ സൂചിപ്പിക്കുന്നു ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു പോർട്ടിനെ സൂചിപ്പിക്കുന്നു. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയെ സൂചിപ്പിക്കുന്നു. ഗുജന് ദീനം വന്നു എന്ന് പറയുന്നതിൽ ഗുജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്ത് സംസ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. ദീനം വന്നു എന്ന് പറയുന്നത് ദീൻ ദയാൽ പോർട്ടിനെ സൂചിപ്പിക്കുന്നു. ഈ ഭാഗം ഇമ്പോർട്ടൻസ് കൊടുത്ത് സുഹൃത്തുക്കൾ പഠിക്കുക. അടുത്തതാണ് നമുക്ക് ഏറ്റവും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതും ഏറ്റവും പാടുള്ളതുമായിട്ടുള്ള ഭാഗമാണ് പൂർവ്വതീര തുറമുഖങ്ങൾ. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. VO ചിദംബരം പോർട്ടും ചെന്നൈ പോർട്ടും കാമരാജൻ പോർട്ടും സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട് സംസ്ഥാനം. ഇവര് 3 പേരെ ഒന്നിച്ചങ്ങ് പഠിക്കുക. VO ചിദംബരം പോർട്ട്, ചെന്നൈ പോർട്ട്, കാമരാജർ പോർട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാട് സംസ്ഥാനം. ഇതിൽ VI ചിദംബരം പോർട്ട് പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്ന പേരെന്താ സുഹൃത്തുക്കളെ? അതാണ് തൂത്തുക്കുടി പോർട്ട്. എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? തൂത്തുക്കുടി പോർട്ട് എന്ന് അറിയപ്പെട്ടിരുന്നത് VO ചിദംബരം പോർട്ടായിരുന്നു. പഠിച്ചു വെച്ചിരിക്കുക. VO ചിദംബരം പോർട്ട് അറിയപ്പെട്ടിരുന്ന പേരാണ് തൂത്തുക്കുടി പോർട്ട്. ചെന്നൈ പോർട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, തമിഴ്നാട് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. കാമരാജർ പോർട്ട്, കാമരാജർ പോർട്ടിന്റെ പണ്ട് കാലത്തുണ്ടായിരുന്ന പേരായിരുന്നു എണ്ണൂർ തുറമുഖം. എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? എണ്ണൂർ തുറമുഖം. ഇപ്പോഴുള്ള പുതിയ പേരും പഴയ പേരും വ്യക്തമായി സുഹൃത്തുക്കൾ പഠിച്ചു വെച്ചോളണേ. അതിൽ നിന്ന് തന്നെ 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പൂർവ്വ തീരത്തെ ആദ്യത്തെ പ്രധാനപ്പെട്ട 3 തുറമുഖങ്ങൾ നമ്മൾ അങ്ങ് പറഞ്ഞു കഴിഞ്ഞേ. VO ചിദംബരം പോർട്ട്, ചെന്നൈ പോർട്ട്, കാമരാജർ പോർട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട് സംസ്ഥാനം. ഇനി പ്രധാനപ്പെട്ട പൂർവ്വതീരത്തെ തുറമുഖങ്ങളാണ്. വിശാഖപട്ടണം തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. വിശാഖപട്ടണം തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ സംസ്ഥാനം. പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ സുഹൃത്തുക്കളെ? ഒഡീഷ സംസ്ഥാനം. ഹാൽഡിയ തുറമുഖം പശ്ചിമ ബംഗാള്. ഹാൽഡിയ തുറമുഖം പശ്ചിമ ബംഗാള്. പോർട്ട് ബ്ലെയർ തുറമുഖം ആൻഡമാൻ നിക്കോബാർ. പോർട്ട് ബ്ലെയർ തുറമുഖം എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ കേന്ദ്രഭരണ പ്രദേശത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം. വിശാഖപട്ടണം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ്, പാരാദ്വീപ് ഒഡീഷ, ഹാൽഡിയ തുറമുഖം പശ്ചിമ ബംഗാള്,
പോർട്ട് ബ്ലെയർ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാറിലെ ആൻഡമാനിലാണ്. ഇത് പഠിക്കാൻ പാടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഒരു കോഡ് പറഞ്ഞു തരാം. ശ്രദ്ധിച്ചിരിക്കുന്ന സുഹൃത്തുക്കള്, കോഡ് പറയാൻ പോകുകയാണ്. പിയയുടെ വായിൽ ഹാളിലിരുന്ന പച്ചപ്പാര ഒടിഞ്ഞു കയറി എന്നങ്ങ് പഠിക്കുക. കേൾക്കുമ്പോൾ രസമുണ്ടല്ലേ? അതുകൊണ്ട് ഈസി ആയിട്ട് അങ്ങ് പഠിക്കുക. പിയയുടെ വായിൽ ഹാളിലിരുന്ന പച്ചപ്പാര ഒടിഞ്ഞു കയറി എന്നങ്ങ് പഠിക്കുക. ഇതിൽ പി എ എന്ന് പറഞ്ഞാൽ, പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ട് ബ്ലെയർ, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡമാന്. ഓക്കെയാണ്. പി എയുടെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ട് ബ്ലെയർ, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡമാൻ. അവിടെ കഴിഞ്ഞു പരിപാടി. ഇനി വായിൽ എന്നാണ് പറഞ്ഞത്. അതിലെ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാഖപട്ടണത്തെ സൂചിപ്പിക്കുന്നു. വായിലെ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാഖപട്ടണം, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശ്. അപ്പോ വിശാഖപട്ടണം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്ത്. ഹാളിലിരുന്ന പച്ച, ഏതുവരെയാ നമ്മൾ പറഞ്ഞത്? ഹാളിലിരുന്ന പച്ച വരെയാണ് നമ്മൾ പറഞ്ഞത്. ഹാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൽഡിയ തുറമുഖം. ഹാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹാൽഡിയ തുറമുഖം. പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമ ബംഗാള്. പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? പശ്ചിമ ബംഗാൾ. അപ്പോൾ ഹാളിരുന്ന പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹാൽഡിയ തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാള്. പാര ഒടിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാരാദ്വീപ്. പാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണത്? പാരാദ്വീപ്. ഒടിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒഡീഷ സംസ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. ഒടിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ്? ഒഡീഷ സംസ്ഥാനത്തെ സൂചിപ്പിക്കുന്ന. ഇത്രയും ഭാഗം സുഹൃത്തുക്കള് ഓർത്ത് വെച്ചിരിക്കുക. LDCയിൽ ഈ ഭാഗങ്ങളെല്ലാം 100-ൽ കൂടുതൽ തവണ ചോദിച്ചതാണ് ഈ തുറമുഖങ്ങളെല്ലാം. അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻസ് സുഹൃത്തുക്കൾ കൊടുക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളത് കേരളത്തിലെ വനപ്രദേശം കുറഞ്ഞ ജില്ല ആലപ്പുഴ ജില്ല. കേരളത്തിൽ വനപ്രദേശം കുറഞ്ഞ ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം വീയപുരം. ഇത് രണ്ടും 100-ൽ കൂടുതൽ തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. കേരളത്തിലെ വനപ്രദേശം കുറഞ്ഞ ജില്ല എന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വീയപുരം. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാ സുഹൃത്തുക്കളെ? ആലപ്പുഴ ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന 2ാമത്തെ ജില്ല ആലപ്പുഴ ജില്ല. പഠിച്ചു വെച്ചോളണേ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന 2ാമത്തെ ജില്ല എന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴ ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ള ജില്ല എന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ല. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല എന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴ ജില്ല. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ആലപ്പുഴ ജില്ല. ജലോത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ല. ജലോത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ല. കേരളത്തിന്റെ ജനസാന്ദ്രത കൂടിയ 2ാമത്തെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴ ജില്ല. കേരളത്തിൽ ജനസാന്ദ്രത കൂടിയ 2ാമത്തെ ജില്ല എന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ല. അപ്പോൾ 1ാമത്തെ ജില്ല ഏതാ സുഹൃത്തുക്കളെ? നമ്മുടെ തിരുവനന്തപുരമാണ്. തിരുവനന്തപുരമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത കൂടിയ ജില്ല എന്ന് പറയുന്നത്. മറക്കരുത് സുഹൃത്തുക്കളെ. ഒന്നുകൂടി പറയുവാണ്. കേരളത്തിൽ വനപ്രദേശം കുറഞ്ഞ ജില്ല ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം എന്ന് ചോദിച്ചാൽ വീയപുരം. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. 100 കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന 2ാമത്തെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് ആലപ്പുഴ ജില്ല. 1ാമത്തെ ജില്ല ഏതാ സുഹൃത്തുക്കളെ? പാലക്കാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് ആലപ്പുഴ ജില്ല. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ചോദിച്ചാൽ അത് ആലപ്പുഴ ജില്ല. ജലോത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ല. കേരളത്തിൽ ജനസാന്ദ്രത കൂടിയ 2ാമത്തെ ജില്ല എന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ല. കേരളത്തിൽ ജനസാന്ദ്രത കൂടിയ 1ാമത്തെ ജില്ല ഏതാണ്? അത് തിരുവനന്തപുരം ജില്ലയാണ്. കേരളത്തിൽ ജനസാന്ദ്രത കൂടിയ 1ാമത്തെ ജില്ല ഏതാണ്? അത് തിരുവനന്തപുരം ജില്ലയാണ്. ഒരു സസ്യത്തിന്റെ സംരക്ഷണാർത്ഥം ആരംഭിച്ച ഏക വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ അത് കുറിഞ്ഞി വന്യജീവി സങ്കേതം. മറക്കരുത്. ഒരു സസ്യത്തിന്റെ സംരക്ഷണാർത്ഥം ആരംഭിച്ച ഏക വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ അത് കുറിഞ്ഞി വന്യജീവി സങ്കേതം. കുറിഞ്ഞി വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന സസ്യമാണ് നീലക്കുറിഞ്ഞി. മറക്കരുത്. കുറിഞ്ഞി വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന സസ്യം ഏതാണ്? നീലക്കുറിഞ്ഞിയാണ്. ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതം ചോദിച്ചു കഴിഞ്ഞാൽ അത് ശെന്തുരുണി വന്യജീവി സങ്കേതം. ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ അത് ശെന്തുരുണി വന്യജീവി സങ്കേതം. സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അത് കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിലാണ് ശെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നതെന്ന് സുഹൃത്തുക്കൾ ഓർത്തു വെച്ചിരിക്കുക. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാ സുഹൃത്തുക്കളെ? 18. മറക്കരുത്. 100-ൽ കൂടുതൽ തവണ ചോദിച്ച ചോദ്യമാണ്.
കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 18 ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും 50 തവണയിൽ കൂടുതൽ PSC റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുക സുഹൃത്തുക്കളെ. കേരളത്തിൽ ഏറ്റവും അവസാനമായി രൂപീകരിച്ച വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ല. മറക്കരുത്, കേരളത്തിലെ ഏറ്റവും അവസാനമായി രൂപീകരിച്ച വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ അത് കരിമ്പുഴ വന്യജീവി സങ്കേതം, മലപ്പുറം ജില്ല. 2019 കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥാപിച്ചത്. മറക്കരുത്. കേരളത്തിൽ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് പെരിയാർ. നെല്ലിക്കാംപെട്ടി എന്നും തേക്കടി വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് പെരിയാർ. ഇന്ത്യയിലെ 10ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് പെരിയാർ ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ഇതിൽ എല്ലാ പോയിന്റ്സും 50 തവണയിൽ കൂടുതൽ റിപ്പീറ്റ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. ഒരു സസ്യത്തിന്റെ സംരക്ഷണാർത്ഥം ആരംഭിച്ച ഏക വന്യജീവി സങ്കേതം ചോദിച്ചു കഴിഞ്ഞാൽ കുറിഞ്ഞി വന്യജീവി സങ്കേതം. കുറിഞ്ഞി വന്യജീവി സങ്കേതം സംരക്ഷിക്കപ്പെടുന്ന സസ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് നീലക്കുറിഞ്ഞി. ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ അത് ശെന്തുരുണി വന്യജീവി സങ്കേതം. ശെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ അത് കൊല്ലം ജില്ല. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് 18. കേരളത്തിലെ ഏറ്റവും അവസാനം രൂപീകരിച്ച വന്യജീവി സങ്കേതം ചോദിച്ചാൽ അത് കരിമ്പുഴ വന്യജീവി സങ്കേതം. അത് സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് മലപ്പുറം ജില്ല. 2019 കരിമ്പുഴ വന്യജീവി സങ്കേതം രൂപീകരിക്കപ്പെട്ടത്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ അത് പെരിയാറാണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം എന്നും നെല്ലിക്കാംപെട്ടി എന്നും തേക്കടി വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നത് പെരിയാറാണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. നെല്ലിക്കാംപെട്ടി എന്നും തേക്കടി വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നത് പെരിയാറാണ്. കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെട്ടത് പെരിയാറാണ്. ഇന്ത്യയിലെ 10ാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. ഇന്ത്യയിലെ 10ാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നതും പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ അത് വയനാട് വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം മംഗളവനം വന്യജീവി സങ്കേതം. മറക്കരുത്, എവിടെയാണ്? എറണാകുളം ജില്ല. മറക്കരുത്, എവിടെയാണ് അവൻ? എറണാകുളം ജില്ല. അപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ വന്യജീവി സങ്കേതം ചോദിച്ചാൽ വയനാട് വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ചോദിച്ചാൽ മംഗളവനം. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവയിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവിവർഗങ്ങളും PSCയുടെ സ്ഥിരം ചോദ്യമാണ്. ഇപ്പോൾ ട്രെൻഡിങ്ങിൽ കിടക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് അവ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. മറക്കരുത്. സൈലന്റ് വാലിയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമേന്ന് ചോദിച്ചാൽ അത് സിംഹവാലൻ കുരങ്ങുകളാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, വെടിപ്ലാവിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകൾ കൂടുതലായി കാണപ്പെടുന്നത്. പെരിയാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗങ്ങൾ ആനയും കടുവയും. മറക്കരുത്, പെരിയാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ്? ആനയും കടുവയും. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗങ്ങൾ കടുവയും ആനയും. ഇത് രണ്ടും മറക്കരുതേ സുഹൃത്തുക്കളെ. പെരിയാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ചോദിച്ചു കഴിഞ്ഞാൽ ആനയും കടുവയും. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലും സെയിം ആണ്, ആനയും കടുവയും. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമേന്ന് ചോദിച്ചാൽ അത് ആനയാണ്. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമേതാണ്? ആനയാണ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്നതാണ് ചാമ്പൽ മലയെണ്ണാനും നക്ഷത്ര ആമകളും. മറക്കരുത്, ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ കാണപ്പെടുന്നത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ അത് ചാമ്പൽ മലയെണ്ണാനും നക്ഷത്ര ആമകളുമാണ്. കക്കയം വന്യജീവി സങ്കേതത്തിലാണ് റീഡു തവളകൾ കാണപ്പെടുന്നത്. കക്കയം വന്യജീവി സങ്കേതത്തിൽ കാണപ്പെടുന്നത് ആരാണ്? റീഡു തവളകളാണ്. മറക്കരുത്. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് പന്നിമൂക്കൻ തവളകള്. മറക്കരുത്, തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. കക്കയം വന്യജീവി സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്നത് റീഡ് തവളകളും കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്നത് പന്നിമൂക്കൻ തവളകളുമാണ്. ആരാണ്? പന്നിമൂക്കൻ തവളകളുമാണ്. ചൂലന്നൂർ പക്ഷി സങ്കേതം നമുക്ക് എല്ലാവർക്കും അറിയാം മയിൽ സംരക്ഷണ കേന്ദ്രമാണ്. ചൂലന്നൂർ പക്ഷി സങ്കേതം ഏതാണ്? മയിൽ സംരക്ഷണ കേന്ദ്രമാണ്. ഇരവികുളം വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം വരയാട്. ഏറ്റവും കൂടുതൽ PSC ചോദിച്ചിട്ടുള്ളത് 100 തവണയിൽ കൂടുതൽ റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യമാണ്. ഇരവികുളം വന്യജീവി സങ്കേതത്തിൽ അല്ലെങ്കിൽ ഇരവികുളം നാഷണൽ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമേതാണ്? വരയാടാണ്. ഇനി മംഗളവനം പക്ഷി സങ്കേതത്തിലാണ് പ്രത്യേക ഇനം കടവാവലുകളും ചിലന്തികളെയും സംരക്ഷിക്കപ്പെടുന്നത്. പ്രത്യേക ഇനം കടവാവലുകളെയും
ചിലന്തികളെയും സംരക്ഷിക്കപ്പെടുന്ന പക്ഷി സങ്കേതം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മംഗളവനം പക്ഷി സങ്കേതം. ഒന്നുകൂടി പറയുവാണ്, സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് വയനാട് വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് മംഗളവനം, സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ല. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവയിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവിവർഗങ്ങളുമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. സൈലന്റ് വാലിയിൽ സംരക്ഷിക്കുന്ന മൃഗമേന്ന് ചോദിച്ചാൽ അത് സിംഹവാലൻ കുരങ്ങാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിലും പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലും സംരക്ഷിക്കപ്പെടുന്ന മൃഗങ്ങൾ ആനയും കടുവയും. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? ആനയാണ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവികളാണ് ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമകളും. കക്കയം വന്യജീവി സങ്കേതത്തിലാണ് റീഡ് തവളകൾ കാണപ്പെടുന്നത്. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിലാണ് പന്നിമൂക്കൻ തവളകൾ കാണപ്പെടുന്നത്. ചൂളിന് പക്ഷി സങ്കേതം മയിൽ സംരക്ഷണ കേന്ദ്രമാണ്. ഇരവികുളം നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ഇരവികുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എന്താണ്? വരയാടാണ്, മറക്കരുത്. മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പ്രത്യേക ഇനം കടവാവലുകളും അതുപോലെ തന്നെ ചിലന്തികളും. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ലോകസഭാ അംഗമാകുന്നതിന് വേണ്ട കുറഞ്ഞ പ്രായപരിധി 25 വയസ്സ്. ഇപ്പോൾ ട്രെൻഡിങ്ങിൽ കിടക്കുന്ന ചോദ്യമാണ്, പഠിച്ചോളണേ. ലോകസഭാ അംഗമാകുന്നതിന് വേണ്ടിയുള്ള കുറഞ്ഞ പ്രായപരിധി 25 വയസ്സ്. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ബാക്കിയുള്ള പ്രായപരിധി കൂടെ അങ്ങ് പഠിച്ചു കളയാം. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സംസ്ഥാനങ്ങളിലെ ഗവർണർമാരാകുന്നതിന് വേണ്ടിയിട്ടുള്ള കുറഞ്ഞ പ്രായപരിധി 35 വയസ്സാണ്, മറക്കരുത്. പ്രസിഡന്റ് ആകാനോ വൈസ് പ്രസിഡന്റ് ആകാനോ സംസ്ഥാനങ്ങളിലെ ഗവർണർ സ്ഥാനം വഹിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 35 വയസ്സാണ്. ഇത് കൺഫ്യൂഷൻ ഉള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഈസി കോഡ് അങ്ങ് പറഞ്ഞു തരാം. വിപിക്ക് PG എടുക്കാൻ 35 വയസ്സ് വേണമെന്നങ്ങ് പഠിച്ചു വെക്കുക. വിപിക്ക് PG എടുക്കാൻ എത്ര വയസ്സ് വേണം സുഹൃത്തുക്കളെ? 35 വയസ്സ് വേണമെന്നങ്ങ് പഠിച്ചു വെക്കുക. ഇതിൽ VP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ്, PGയിലെ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ്, G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവർണർ. BP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ്, PGയിലെ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ്, G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവർണർ. ഇത്രയും സ്ഥാനങ്ങൾ വഹിക്കുന്നതിന് എത്ര വയസ്സ് വേണം? മിനിമം 35 വയസ്സ് വേണം, മറക്കരുത്. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ലോകസഭാ അംഗം, MLA എന്നീ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നതിന് 25 വയസ്സ് പൂർത്തിയാവണം. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ലോകസഭാ അംഗം, MLA എന്നീ സ്ഥാനങ്ങൾ വഹിക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര വയസ്സ് വേണം സുഹൃത്തുക്കളെ? 25 വയസ്സ് വേണം. ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് നമ്മുടെ കയ്യിൽ കോഡുണ്ട്, ഈസി ആയിട്ട് പഠിക്കാൻ സുഹൃത്തുക്കൾക്ക്. വ്യക്തമായി ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കള്. PMLAക്ക് 25 വയസ്സായി എന്നങ്ങ് പഠിക്കുക. PMLAക്ക് 25 വയസ്സായി എന്നങ്ങ് പഠിക്കുക. ഇതിൽ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി, MLA എന്ന് എഴുതുമ്പോൾ അതിലെ M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി, അതുപോലെ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകസഭാ അംഗം, അതുപോലെ MLA ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ MLA ആയി. ഡൗട്ടില്ലല്ലോ സുഹൃത്തുക്കൾക്ക്? പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ലോകസഭാ അംഗം, MLA എന്നീ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറഞ്ഞ പ്രായപരിധി 25 വയസ്സാണ്. അതിനു വേണ്ടിയിട്ടുള്ള സിമ്പിൾ കോഡാണ് നമ്മളിവിടെ പറഞ്ഞത്. PMLAക്ക് 25 വയസ്സ് എന്നങ്ങ് പഠിക്കുക. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി, MLAയുടെ M മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രി, L മാത്രം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലോക്സഭ അംഗമാകുന്നു. L മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലോക്സഭ അംഗമാകുന്നു. ഇനി MLA എന്ന് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ MLA തന്നെയാണ്. അപ്പൊ സുഹൃത്തുക്കൾ ഡൗട്ടില്ലല്ലോ ആ ഭാഗം. ഇനി പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ള 2 എണ്ണവും കൂടിയുണ്ട്. അതാണ് രാജ്യസഭാ അംഗവും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗവും. രാജ്യസഭാ അംഗവും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗം ആകാനുള്ള കുറഞ്ഞ പ്രായപരിധി 30 വയസ്സ്, മറക്കരുത്. രാജ്യസഭാ അംഗവും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമാകാനുമുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 30 വയസ്സാണ്. അതുപോലെ തന്നെ പഠിക്കേണ്ടതാണ് പഞ്ചായത്ത് അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി 21 വയസ്സ്. 100-ൽ കൂടുതൽ തവണ ചോദിച്ച ചോദ്യം. പഞ്ചായത്ത് അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 21 വയസ്സാണ്. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കൃഷ്ണ നദി. നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കൃഷ്ണ നദി. ഇന്ത്യയിലെ പ്രധാന അണക്കെട്ടുകളും അവ സ്ഥിതി ചെയ്യുന്ന നദികളും സുഹൃത്തുക്കൾ പഠിക്കാതെ പോകരുത്. അത്രയും ഇമ്പോർട്ടന്റ് ഉള്ള പോയിന്റ് ആണ് പറയുന്നത്. 100-ൽ കൂടുതൽ തവണ ഇവയിലെ എല്ലാ നദികളും അതുപോലെ തന്നെ ആ നദികളിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട അണക്കെട്ടുകളും PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുക. പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പറയുന്നത്. നാഗാർജുന സാഗർ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കൃഷ്ണ നദി.
ഭക്രാനങ്കൽ സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദി, ഹിരാക്കുട്ട് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്, തെഹരി ഡാം സ്ഥിതി ചെയ്യുന്നത് ഭഗീരഥി നദി, ദാമോദർ വാലി ദാമോദർ നദിയിൽ തന്നെയാണ്, ദുൽഹസ്തി ഡാം സ്ഥിതി ചെയ്യുന്നത് ചെനാബ് നദിയിലാണ്, ദുൽഹസ്തി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെനാബ് നദിയിലാണ്. കോസി ജലവൈദ്യുത പദ്ധതി കോസി നദിയില്, കോസി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കോസി നദിയില്. പോങ് ഡാം ഇല്ലെങ്കിൽ അവൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മഹാറാണ പ്രതാപ് സാഗർ ഡാം. മറക്കരുത്, പോങ് ഡാം അല്ലെങ്കിൽ ആ ഡാം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? മഹാറാണ പ്രതാപ് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബിയാസ് നദിയിലാണ്. പോങ് ഡാം ബിയാസ് നദിയിലാണ്. ഗ്രാൻഡ് അണക്കെട്ട് അല്ലെങ്കിൽ കല്ലണക്കെട്ട് എന്ന് പറയും. ഗ്രാൻഡ് അണക്കെട്ട് അല്ലെങ്കിൽ എന്താണ്? കൽ അണക്കെട്ട് എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് കാവേരി നദിയിലാണ്. എവിടെയാണ്? കാവേരി നദിയിലാണ്. മറക്കരുത്. അപ്പോ അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക സുഹൃത്തുക്കൾ. ഒന്നുകൂടി പറയുവാണ്, നാഗാർജുന സാഗർ എന്ന് പറയുന്നത് കൃഷ്ണ നദി, ഭക്രാനങ്കൽ എന്ന് പറയുന്നത് സത്ലജ് നദി സ്ഥിതി ചെയ്യുന്ന ഡാമാണ്, ഹിരാക്കുട്ട് ഡാം മഹാനദി, തെഹരി ഡാം ഭഗീരഥി നദി, ദാമോദർ വാലി ദാമോദർ നദി, ദുൽഹസ്തി ഡാം ചെനാബ് നദി, കോസി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കോസി നദി, പോങ് ഡാം അല്ലെങ്കിൽ അവൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മഹാറാണ പ്രതാപ് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ബിയാസ് നദിയിലാണ്. അതുപോലെ ഗ്രാൻഡ് ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാവേരി നദിയിലാണ്. ഇത്രയും സുഹൃത്തുക്കൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഇത്രയും ഡാമുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ഡാമുകളും ഇത് സ്ഥിതി ചെയ്യുന്ന നദിയും പഠിച്ചു വെക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ സുഹൃത്തുക്കൾ വിഷമിക്കേണ്ട കാര്യമില്ല, നമ്മുടെ കയ്യിൽ കോഡുണ്ട്, നമുക്ക് ഈസി ആയിട്ട് അങ്ങ് പഠിക്കാം. ഇവയിൽ ഈസി ആയിട്ട് നമുക്ക് രണ്ടു പ്രധാനപ്പെട്ട നദികളും ആ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമും പഠിച്ചു വെക്കാൻ പറ്റും. അതാണ് ദാമോദർ വാലി. ഓൾറെഡി അതിൽ തന്നെ നദിയുടെ പേര് വന്നിട്ടുണ്ട്, ദാമോദർ നദി. അതുപോലെ തന്നെയാണ് കോസി ജലവൈദ്യുത പദ്ധതിയിൽ അതിൽ തന്നെ നദിയുടെ പേരും വന്നിട്ടുണ്ട്, കോസി നദി. അപ്പൊ അത് രണ്ടെണ്ണം നമുക്ക് ഇനി എക്സ്ട്രാ പഠിക്കേണ്ട കാര്യമില്ലേ? യവന്മാർ രണ്ട് ചോദിച്ചു കഴിഞ്ഞാലും യവന്മാർ രണ്ടുപേരുടെയും നദി അതിൽ തന്നെ പേരിൽ തന്നെ ഉള്ളത് കൊണ്ട് അതിനി എക്സ്ട്രാ ടൈം കൊടുത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്തു? അങ്ങ് ഒഴിവാക്കി നിർത്തിയേക്കുവാണ് കേട്ടോ. ഇനി നമുക്ക് കൺഫ്യൂസിങ് ഉണ്ടാവുന്നവരെ എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു ഈസി കോഡ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇമ്പോർട്ടൻസ് കൊടുത്ത് സുഹൃത്തുക്കൾ ഈ ഭാഗം പഠിക്കുക. ഈസി കോഡാണ്. ഒരു 5 തവണയെങ്കിലും സുഹൃത്തുക്കൾ ഇത് എഴുതി പഠിക്കാൻ ശ്രമിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ മറന്നു പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ 5 തവണ എഴുതി പഠിക്കുമല്ലോ. നമുക്ക് കോഡ് നോക്കാം. GK പഠിച്ച BS കൃഷ്ണനാഗത്തെ കണ്ട് TB പിടിച്ച HMന് BP കൂടി. ഈസിയാണ്. GK പഠിച്ച BS കൃഷ്ണനാഗത്തെ കണ്ട് TB പിടിച്ച HMന് BP കൂടി എന്നങ്ങ് പഠിക്കുക. ഒന്നുകൂടി കോഡ് പറയുവാണ്, ശ്രദ്ധിച്ചിരിക്കുക. GK പഠിച്ച BS കൃഷ്ണനാഗത്തെ കണ്ട് TB പിടിച്ച HMന് BP കൂടി. ഇതിൽ GK എന്ന് പറഞ്ഞാൽ, G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് ഡാം, K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവേരി നദി. മറക്കരുത്, ഗ്രാൻഡ് ഡാം അല്ലെങ്കിൽ കല്ലണക്കെട്ടിനെയാണ് നമ്മൾ G കൊണ്ട് ഉദ്ദേശിച്ചത്. K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണത്? കാവേരി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. BS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലെ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്രാനങ്കൽ അണക്കെട്ട്. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഭക്രാനങ്കൽ ഡാം ആണ്. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്ലജ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോ ഭക്രാനങ്കൽ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? സത്ലജ് നദിയാണ്. കൃഷ്ണനാഗത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃഷ്ണ നദി തന്നെയാണ്. കൃഷ്ണനാഗത്തിൽ കൃഷ്ണ എന്ന് പറഞ്ഞാൽ കൃഷ്ണ നദിയെ സൂചിപ്പിക്കുന്നു. നാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗാർജുന സാഗർ ഡാമിനെ സൂചിപ്പിക്കുന്നു. നാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാഗാർജുന സാഗർ ഡാമിനെ സൂചിപ്പിക്കുന്നു. ഇനി എന്താണ് ടിബിയുടെ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെഹരി ഡാമിനെ സൂചിപ്പിക്കുന്നു. ടിബിയുടെ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെഹരി ഡാമിനെ സൂചിപ്പിക്കുന്നു. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗീരഥി നദിയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ തെഹരി ഡാം എവിടെയാ സുഹൃത്തുക്കളെ സ്ഥിതി ചെയ്യുന്നത്? ഭഗീരഥി നദിയിലാണ്. HMലെ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിരാക്കുട്ട് ഡാം. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാനദി. എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. ഹിരാക്കുട്ട് എന്ന് പറയുന്ന സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാനദിയിലാണ്. ഇനി BP അല്ലെ സുഹൃത്തുക്കളെ കൂടിയത്? അതിലെ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയാസ് നദി. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ബിയാസ് നദിയാണ്. ഓർക്കുക, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയാസ് നദി. അതുപോലെ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോങ് ഡാം. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയാസ് നദി, P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോങ് ഡാം. അപ്പോ കേരള PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട ഡാമും ആ ഡാമുകൾ സ്ഥിതി ചെയ്യുന്ന നദിയും നമ്മുടെ മനസ്സിൽ കിട്ടിക്കഴിഞ്ഞു. ഒരൊറ്റ സിംഗിൾ കോഡേ നമ്മൾ ഉപയോഗിച്ചോളൂ. കോഡ് എന്താണ്?
GK പഠിച്ച BS കൃഷ്ണനാഗത്തെ കണ്ട് TB പിടിച്ച HMന് BP കൂടി. ഒന്നുകൂടി കോഡ് പറയുവാണ്. GK പഠിച്ച BS കൃഷ്ണനാഗത്തെ കണ്ട് TB പിടിച്ച HMന് BP കൂടി. സുഹൃത്തുക്കൾ ഇതൊരു 5-6 തവണ എഴുതി തന്നെ പഠിക്കുക, നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. ഇടവപ്പാതി എന്ന പേരിൽ കേരളത്തിൽ ലഭിക്കുന്ന മഴയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ. 100 കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. ഇടവപ്പാതി എന്ന പേരിൽ കേരളത്തിൽ ലഭിക്കുന്ന മഴയെന്ന് ചോദിച്ചാൽ അത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴയാണ്. മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം. മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാ സുഹൃത്തുക്കളെ? കേരളമാണ്. കേരളത്തിലെ ശരാശരി വാർഷികപാതം എത്രയെന്ന് ചോദിച്ചാൽ അത് 300 സെന്റിമീറ്റർ ആണ്. മറക്കരുത്, കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം എത്രയെന്ന് ചോദിച്ചാൽ, വർഷപാതം എന്ന് വെച്ചാൽ മഴയുടെ അളവ് കേട്ടോ, എത്രയാണ്? 300 സെന്റിമീറ്റർ. അപ്പോൾ കേരളത്തിലെ ശരാശരി മഴ എത്രയാണ്? 300 സെന്റിമീറ്റർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട് ജില്ല. 100-ൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട് ജില്ല. കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ നേര്യമംഗലം. അത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ല. മറക്കരുത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേര്യമംഗലം, സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ല. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടി. കേരളത്തിന്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് ആരാണ്? ലക്കിടിയാണ്. കേരളത്തിന്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടിയാണ്. ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന മാസം ജനുവരി മാസം. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ഏതാണ്? ജനുവരി മാസം. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ജനുവരി മാസം. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ മാസം. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണ്? ജൂലൈ മാസം. മറക്കരുത്, ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന മാസം ഏതാണ്? ജനുവരി മാസം. ജനുവരി മാസത്തെ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുമെന്ന് പഠിക്കുക. അതുപോലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണ്? ജൂലൈ മാസം. കേരളത്തിന്റെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാറാണ്. കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാറാണ്. 100 തവണയിൽ കൂടുതൽ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. ഇത്രയും ഭാഗം സുഹൃത്തുക്കള് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻസ് ഉള്ള പോയിന്റ് ആണ് ഇത്രയും പറഞ്ഞത്. സുഹൃത്തുക്കൾ എല്ലാവരും നന്നായിട്ട് ഈ ഭാഗം പഠിക്കും. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ LGS മാരത്തോൺ ഡേ 5 എന്നുള്ള ഭാഗത്ത് നമ്മൾ പഠിച്ചത്. സുഹൃത്തുക്കൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കോഡുകൾ ഉണ്ടെന്ന് കരുതി സുഹൃത്തുക്കൾ അത് ഒരു തവണ മാത്രം വായിച്ചു വിടരുത്. മിനിമം 5 തവണയെങ്കിലും ഒരു പേപ്പറിൽ എഴുതി സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. എങ്കിൽ മാത്രമേ കോഡുകൾ നമുക്ക് വർക്ക് ആവുകയുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാ കോഡുകളും കൂടി സുഹൃത്തുക്കൾക്ക് കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ട് കോഡുകൾ ആവർത്തിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് കിടക്കുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരം.